Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CET 303 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഡിഫറെൻറ്റ് ഡിസൈൻ ഫിലോസഫീസ് ആൻഡ് ഡെറിവേഷൻ ഓഫ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ഒരു ബീമിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കുന്ന ആ ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷനും നമ്മൾ ഈ ഒരു ലെക്ചറിൽ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഡിസൈൻ ഫിലോസഫീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഡിസൈൻ ഓഫ് എനി RCC മെമ്പർ കംപ്രൈസസ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഏത് RCC റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് മെമ്പർ ഡിസൈൻ ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോയിന്റ്സ് കൺസിഡർ ചെയ്യണം. ടു ഡിസൈൻ ദ സൈസ് ഓഫ് മെമ്പർ ആൻഡ് ദ എമൗണ്ട് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് റിക്വയർഡ്. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന കമ്പോണൻറ്റ് ബീം ആണെങ്കിലും കോളം ആണെങ്കിലും സ്ലാബ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ സൈസ് ഡിസൈൻ ചെയ്യണം. അതിൻ്റെ അകത്തുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ബാറുകളുടെ എണ്ണം അതിൻ്റെ ഏരിയ എല്ലാം ഡിസൈൻ ചെയ്യണം. ടു ചെക്ക് വെദർ ദ അഡോപ്റ്റഡ് സെക്ഷൻസ് വിൽ പെർഫോം സേഫ്ലി ആൻഡ് സാറ്റിസ്ഫാക്ടറി ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ സ്ട്രക്ചർ. അപ്പോൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈസ് ഓഫ് ദ മെമ്പറും റീഇൻഫോഴ്സ്മെൻറ്റും ഡിസൈൻ ചെയ്താൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മെമ്പർ സേഫ് ആണോ, ആ ഒരു ലൈഫ് സ്പാൻ സ്ട്രക്ചറിൻ്റെ ലൈഫ് സ്പാൻ തീരുന്നവരെ അത് സാറ്റിസ്ഫാക്ടറി ആയിട്ട് നിൽക്കുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ദ ടെൻസൈൽ ഫോഴ്സ് ഇൻ കോൺക്രീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ സ്റ്റീൽ ത്രൂ ദ ബോണ്ട് ബിറ്റ്വീൻ ഇൻ്റർഫേസ് ഓഫ് ടു മെറ്റീരിയൽസ്. ദ RCC member should be proportionate to make optional use of two materials. This proportionating of RCC member is termed as RCC member design. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺക്രീറ്റിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സിനെയൊക്കെ സ്റ്റീലിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ത്രൂ ദ ബോണ്ട് ബിറ്റ്വീൻ ദ ടു മെറ്റീരിയൽസ്. അപ്പോൾ കോൺക്രീറ്റും സ്റ്റീലിൻ്റെയും ബോണ്ട് അത് തമ്മിലുള്ള ആ ഒരു ബോണ്ട് സ്ട്രെങ്ത് ആണ് ഈ ഒരു ടെൻസൈൽ ഫോഴ്സിനെ കോൺക്രീറ്റിൽ നിന്ന് ആ സ്റ്റീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ദ വേരിയസ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ഡിസൈൻ ഓഫ് RCC സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മളൊരു RCC സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് 3 ഡിസൈൻ ഫിലോസഫിയാണുള്ളത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, ലോഡ് ഫാക്ടർ ഓർ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അറ്റ് പ്രസൻറ്റ് നമ്മൾ കറൻ്റ്ലി പഠിക്കുന്നതും യൂസ് ചെയ്യുന്നതും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ്. ഇത് രണ്ടും നമ്മൾ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചു, ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല കാരണം അതിൻ്റേതായിട്ടുള്ള ഡ്രോബാക്കുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് WSM. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ മെത്തേഡ് യൂസ്ഡ് ഫോർ കോൺക്രീറ്റ്, സ്റ്റീൽ ആൻഡ് ടിമ്പർ ഡിസൈൻ. അപ്പോൾ പണ്ട് കാലത്ത് കോൺക്രീറ്റ് ആണെങ്കിലും സ്റ്റീലാണെങ്കിലും ടിമ്പറിൻ്റെ ആണെങ്കിലും ഡിസൈൻ യൂസ് ചെയ്തിരുന്ന മെത്തേഡാണ് ഈ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഫോളോസ് ലീനിയർ ഇലാസ്റ്റിക് തിയറി. സേഫ്റ്റി ഈസ് എൻഷുർഡ് ബൈ റെസ്ട്രിക്റ്റിംഗ് ദ പെർമിസിബിൾ സ്ട്രെസ് ഇൻ മെറ്റീരിയൽ ബിലോ ദ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഇൻഡ്യൂസ്ഡ് ബൈ എക്സ്പെക്റ്റഡ് വർക്കിംഗ് ലോഡ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ, ഇപ്പോൾ ഇതാണ് നമുക്ക് കാസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യേണ്ട ഒരു ബീം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യാൻ പോകുന്ന ലോഡ് എത്രയാണോ അതിനേക്കാളും വലിയ ഒരു മെമ്പർ ആയിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം സൈസിലുള്ള ഒരു മെമ്പറാണ് അവർ ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. ഒരിക്കലും ഫെയിലാകാത്ത രീതിയിൽ ഏറ്റവും വലിയ ഒരു മെമ്പർ ഡിസൈൻ ചെയ്ത് വെക്കും. അപ്പോൾ ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഡ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സ് ഒരു കാരണവശാലും ഈ മെറ്റീരിയലിൻ്റെ സ്ട്രെസ്സിൻ്റെ അടുത്ത് പോലും വരത്തില്ല. അപ്പോൾ ആ രീതിയിലാണ് ഒരു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചെറിയ മെമ്പറൊക്കെ ആവശ്യം മതി. സേഫ്റ്റിയൊക്കെ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു 200 mm സൈസിലുള്ള അല്ലെങ്കിൽ ഡെപ്തിലുള്ള മെമ്പർ മതിയെങ്കിൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നമ്മൾ ചിലപ്പോൾ 400 mm സൈസിലുള്ള മെമ്പറാണ് എടുക്കുന്നത്. കാരണം ഒരിക്കലും ഫെയിൽ ആകരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കത് ഭയങ്കര അൺഎക്കണോമിക്കലാണ്. ഇത്രയും കോൺക്രീറ്റും ഇത്രയും സ്റ്റീലൊക്കെ വേസ്റ്റ് ആയി പോകും. സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ഈസ് അസ്യൂംഡ് ടു ബി ലീനിയർലി റിലേറ്റഡ് ബൈ എ ഫാക്ടർ കോൾഡ് മോഡുലാർ റേഷ്യോ. അപ്പോൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ കോൺക്രീറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും സ്ട്രെസ് ലീനിയർ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഫാക്ടറിനെ നമ്മൾ മോഡുലാർ ഫാക്ടർ അല്ലെങ്കിൽ മോഡുലാർ റേഷ്യോ എന്നാണ് പറയുന്നത്. വേർ മോഡുലാർ റേഷ്യോ M is equal to ES/EC, where ES is the Young's modulus of steel and EC is the Young's modulus of concrete. Hence, this method is also known as modular ratio method. ഈ ഒരു മെത്തേഡിനെ നമ്മൾ മോഡുലാർ റേഷ്യോ മെത്തേഡ് എന്നും പറയാറുണ്ട്. The ratio of strength of the material up to yield strength
ടു ദ പെർമിസിബിൾ സ്ട്രെസ് ഈസ് നോൺ ആസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈൽഡ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ് ആണ്. ഇനി അൾട്ടിമേറ്റ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ സ്റ്റീലിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ എടുക്കുന്നത് 1.8ഉം കോൺക്രീറ്റിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ട് നമ്മൾ എടുക്കുന്നത് 3ഉം ആണ്. ഇനി വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് ഈൽഡ് അൺഎക്കണോമിക്കൽ സെക്ഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള സെക്ഷൻ അല്ല. ലോഡ് ഒരിക്കലും ഫെയിലാകരുത്, ലോഡ് കൊണ്ട് ഒരിക്കലും സ്ട്രക്ചർ ഫെയിലാകരുത് എന്നുള്ള രീതിയിൽ വലിയൊരു സ്ട്രക്ചറാണ് പണിയുന്നത്. അത് നമുക്ക് ഭയങ്കര അൺഎക്കണോമിക്കലായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനെ പറ്റി ബ്രീഫായിട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ അകത്തും നമുക്ക് കോഡ് ഇത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. കോഡിൽ IS 456/2000 അനക്സ് B എടുത്താൽ അതിനകത്ത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. ഇത് കറക്റ്റായിട്ട് പറഞ്ഞാൽ പേജ് നമ്പർ 80-ലാണുള്ളത്. IS 456 പേജ് നമ്പർ 80-ലാണുള്ളത്. അപ്പോൾ അതിൽ ഈ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അതായത് ഈ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന അസംഷൻസ് എന്തൊക്കെയാണ്, ABC എന്നും പറഞ്ഞത് നൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് മോഡുലാർ റേഷ്യോ എന്താണ്, പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ലീനിയർ ആണെന്ന് ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള പെർമിസിബിൾ സ്ട്രെസ്സിൻ്റെ റേഞ്ച്, ഡയറക്റ്റ് ടെൻഷൻ്റെ റേഞ്ച്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പേജ് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പേജ് നമ്പർ 80 വർക്കിംഗ് സ്ട്രെസ്സിൻ്റെ ഈ ഒരു കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ മെൻഷൻ ചെയ്തത് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡാണ്. ULM, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ലോഡ് ഫാക്ടർ മെത്തേഡ്. Safety is introduced by means of load factor, which is a ratio of ultimate load to the working load. ഓക്കെ, ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത ലോഡ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേമിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാക്സിമം സേഫ്റ്റിയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോൾ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് ലോഡ് ടു വർക്കിംഗ് ലോഡ്. കൊളാപ്സ് ലോഡ്, അൾട്ടിമേറ്റ് ലോഡ് ബൈ വർക്കിംഗ് ലോഡിൻ്റെ റേഷ്യോനാണ് നമ്മൾ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ആ ഒരു ഫാക്ടർ നമ്മൾ 1.5 ആയിട്ട് എടുക്കുന്നത്. This method gives most slender sections, hence more economical in design. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് സ്ലെൻഡർ സെക്ഷൻസ് ആണ് കിട്ടുന്നത്. അതായത് കട്ടി കുറഞ്ഞ, തിക്നെസ് കുറഞ്ഞ സെക്ഷൻസ് ഒക്കെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് എക്കണോമിക്കൽ ഡിസൈനുമാണ്. ഇനി ഇതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാറ്റിസ്ഫാക്ടറി സ്ട്രെങ്ത് പെർഫോമൻസ് ഡസ് നോട്ട് ഗ്യാരണ്ടി സർവീസബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് പെർഫോമൻസ് സാറ്റിസ്ഫാക്ടറി ആണെങ്കിലും സർവീസബിലിറ്റി കണ്ടീഷൻ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. The design result in excessive deflection and crack width under service load. Hence, high strength concrete is recommended. അപ്പോൾ ഈ ഒരു അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ സംഭവിക്കുന്നത് സർവീസ് ലോഡിൽ തന്നെ, അതായത് ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ അതിൻ്റെ ഒരു സർവീസ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ അകത്ത് ക്രാക്സും ഡിഫ്ലക്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ ഫിലോസഫി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചർ പണിയുന്നതെങ്കിൽ. ഇനി ഇതാണ് നമ്മുടെ സിലബസിലുള്ളത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ദിസ് ഈസ് എ സെമി പ്രൊബബിലിസ്റ്റിക് അപ്രോച്ച്. The structure is usually designed for safety against collapse and check for serviceability under working condition. അപ്പോൾ സ്ട്രക്ചറിനെ നമ്മൾ കൊളാപ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സേഫ്റ്റിക്കായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇനി അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സർവീസബിലിറ്റി കണ്ടീഷൻസ് ഒക്കെ വർക്കിംഗ് ലോഡിൽ അതിൻ്റെ സർവീസബിലിറ്റി കണ്ടീഷൻസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സേഫ്റ്റിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുകയും ചെയ്യും. അതിൻ്റെ സർവീസബിലിറ്റി കണ്ടീഷൻസ് നമ്മൾ ഡിസൈൻ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യും, സേഫ് ആണോ അൺസേഫ് ആണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് മെത്തേഡിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും, രണ്ട് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. ഈ പോസ്റ്റിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ രണ്ട് ചോദ്യങ്ങൾ: വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഫ്ലക്സർ, അതേപോലെ ഡിറൈവ് യൂസിങ് ദ സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റർ ദ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഓഫ് എ സെക്ഷൻ. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ഫ്ലക്സർ, അതിൽ നമ്മൾ എടുത്തേക്കുന്ന അസംഷൻസ് എന്തൊക്കെയാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഡിറൈവ് യൂസിങ് സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റർ ദ NA ഡെപ്ത്, NA എന്ന് വെച്ചാൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഓഫ് എ സെക്ഷൻ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഫ്ലക്സർ. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന അസംഷൻസ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ദ പ്ലെയിൻ സെക്ഷൻ നോർമൽ ടു ദ ആക്സിസ് റിമെയിൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. ദ മാക്സിമം സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്, in concrete
At the outermost compression fiber is taken as 0.0035 in bending. The relationship between compressive stress distribution in concrete and strain in concrete may be assumed to be rectangle, trapezoidal or parabola or any other shape, with result in prediction of strength in the substantial agreement with the result of test. The tensile strength of concrete is ignored. The stresses in the reinforcement are derived from the representative stress strain curve and the type of steel used. The maximum strain in the tension reinforcement in the section at the failure shall not be less than Fy divided by 1.15 into ES plus 0.002. ഇതിൻ്റെ അകത്ത് Fy എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീലാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ സ്ട്രെങ്ത്തിനെ, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ Fy എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നത്. ES എന്ന് നൊട്ടേറ്റ് ചെയ്ത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീലാണ്. ഓക്കെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഇച്ചിരി കൺഫ്യൂഷൻ വരാം, ഇതൊക്കെ പഠിക്കേണ്ടതാണോ എന്നുള്ളത്. ഇത് നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ട, ഇത് നമ്മുടെ കോഡ് ബുക്കിലുണ്ട്. IS 456/2000 സെക്ഷൻ നമ്പർ 5 ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്നുള്ള ഹെഡിങ് എടുക്കുക. ഇത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേജ് നമ്പർ 67 പേജ് നമ്പർ 67 എടുത്താൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനെ പറ്റിയിട്ടുള്ള ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കിടപ്പുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയെ പറ്റിയിട്ടുള്ള തിയറീസ് കിടപ്പുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഈ സൈഡിലേക്ക് വന്നാൽ നമുക്ക് ചോദിക്കാൻ പറ്റിയ ചെറിയൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ ആൻഡ് ഡിഫൈൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ലോഡ്. ഇത് നമുക്ക് എ പാർട്ടിൽ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ലോഡ് എന്ന് വെച്ചാൽ എന്താണ്. അപ്പോൾ ഈ ഒരു ഡെഫിനീഷൻ നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് എടുത്തെഴുതാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് പേജ് നമ്പർ 67 ഉള്ളത്, IS 456/2000. ഇനി തൊട്ടടുത്ത പേജിലേക്ക് പോയാൽ നമുക്ക് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിൻ്റെ ഡെഫിനീഷനും കാര്യങ്ങളും കിടപ്പുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ഇനി തൊട്ടടുത്ത പേജ് നമ്പർ 69, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൺക്രീറ്റും സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്ററിൻ്റെ ഒരു ഡയഗ്രവും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയാം, ഇതോടെ നിൽക്കട്ടെ. അതിന് മുമ്പ് ഇതിന് മുകളിലായിട്ട് ക്ലോസ് 38 എന്ന് പറയുന്ന ക്ലോസിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഫ്ലക്ചർ എന്ന ഹെഡിങ് കൊടുത്തിട്ട് 38.1 അതിൻ്റെ അസംഷൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ അതേ അസംഷൻ, പ്ലെയിൻ സെക്ഷൻ നോർമൽ ടു ദ ആക്സിസ് റിമെയിൻ പ്ലെയിൻ ആഫ്റ്റർ ദ ബെൻഡിങ്. പിന്നീട് നമ്മൾ പറഞ്ഞ എല്ലാ അസംഷൻസും ഇൻ ഡീറ്റെയിൽ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാണാപ്പാടാൻ പഠിക്കേണ്ട. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഈ ഒരു കോഡ് ബുക്ക് നോക്കിയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ അസംഷൻസ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഫ്ലക്ചർ എന്ന് ചോദിച്ചാൽ എ മുതൽ എഫ് വരെയുള്ള അസംഷൻസ് ഫുള്ളായിട്ട് എഴുതുക. ഓക്കെ, അതിൻ്റെ താഴെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവും സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്ററും ഉണ്ട്. അസംഷൻ ചോദിച്ചാൽ നിങ്ങൾ ഈ പടം വരക്കണമെന്നില്ല. ഈ പടം നമുക്ക് ആവശ്യമുണ്ട്, അത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പടം നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റർ ഡിറൈവ് ചെയ്യാനാണ്, അല്ലേ? സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റർ വെച്ചിട്ട് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഓഫ് എ സെക്ഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചത്. അതിന് വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കുലർ ബീം വരക്കുന്നു. ഇതാണ് നമ്മുടെ റെക്റ്റാങ്കുലർ ബീം. ഓക്കെ, ഞാൻ ആദ്യം ഇവിടെ ഒന്ന് വരക്കാം. ഒരു റെക്റ്റാങ്കുലർ ബീം കൺസിഡർ. നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഏകദേശം എല്ലാ ബീമുകളൊക്കെ തന്നെയും കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തേക്കുന്ന ബീമുകളും അതിൻ്റെ സൈസ് സെക്ഷൻ റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കും. അപ്പോൾ ഈ ബീമിൻ്റെ ബ്രെഡ്ത്തിന് കൊടുക്കാം. ഇനി ഇതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ഡി ആണ്. എന്താണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഈ കോൺക്രീറ്റിൻ്റെ താഴെ കോൺക്രീറ്റിന് നടുക്ക് ഒരു ന്യൂട്രൽ ആക്സിസ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ടെൻഷൻ സോൺ, ഇതാണ് അതിൻ്റെ കംപ്രഷൻ സോൺ. ഓക്കെ, ഈ ടെൻഷൻ സോണിലായിട്ടാണ് നമ്മൾ ബാറുകൾ കൊടുക്കുന്നത്. ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ചേക്കുന്ന ബാറാണ്. ഇതെന്താണ് ഡോട്ടഡ് ആയിട്ട് കാണുന്നത്? ഈ ബീം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതിൻ്റെ വ്യൂവിൽ ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ബാർ ഇതിങ്ങനെയാണ് നമ്മൾ ബാർ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്തിട്ട് നോക്കുന്ന സെക്ഷണൽ വ്യൂ ആണ് നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫിഗർ ഈ രീതിയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇനി എപ്പോഴും നമ്മൾ ഈ റെക്റ്റാങ്കിൾ വരക്കുമ്പോൾ നിങ്ങളത് മനസ്സിൽ ആലോചിച്ചേക്കണം, അത് ഒരു റെക്റ്റാങ്കുലർ ബീമാണെന്നും അതിൻ്റെ അകത്ത് നമ്മൾ താഴെ വരക്കുന്നത് റീഇൻഫോഴ്സ്മെൻ്റ് ആണെന്നും മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഈ ബീമിൻ്റെ ബ്രെഡ്ത്ത് ബി ആണ്,
ഇതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് മുതൽ ഈ ബാറിൻ്റെ സെൻറ്റർ വരെ, ഈ ബാറിൻ്റെ കറക്റ്റ് സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡെറിവേഷനിലും ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസിലൊക്കെ ഈ പാരാമീറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബീമിൻ്റെ ബ്രെഡ്ത്ത് ബിയും എഫക്റ്റീവ് ഡെപ്ത് ഡിയും. ഓക്കെ, എഫക്റ്റീവ് ഡെപ്തിന് താഴെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എഫക്റ്റീവ് കവർ എന്നാണ് പറയുന്നത്. എഫക്റ്റീവ് കവർ എന്താണ് എഫക്റ്റീവ് കവർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ബാറിൻ്റെ സെൻറ്റർ മുതൽ ഈ ബീമിൻ്റെ ഔട്ടർ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, അതിനെ നമുക്ക് എഫക്റ്റീവ് കവർ എന്ന് പറയാം. അതിനെ നമ്മൾ ഡി ഡാഷ് വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് നമുക്ക് ഈ ഒരു 2 മൊഡ്യൂൾ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റ്, 2 മൊഡ്യൂളല്ല എല്ലാ മൊഡ്യൂളിലും നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ആവശ്യമുണ്ട്. എഫക്റ്റീവ് ഡെപ്ത് എന്താണെന്നും എഫക്റ്റീവ് കവർ ഡി ഡാഷ് എന്താണെന്നും. ഓക്കെ, ഇനി നമ്മുടെ സ്ട്രെസ് ബ്ലോക്കിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെക്റ്റാങ്കുലർ ബീം. അതിൻ്റെ അകത്ത് ഞാൻ ഒരു 3 റീഇൻഫോഴ്സ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ആ 3 റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയനെയാണ് ഞാൻ AST എന്ന് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇനി AST എന്ന് കണ്ടാലും മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് സ്റ്റീൽ. ഏരിയ ഓഫ് സ്റ്റീലിനെയാണ് നമ്മൾ AST എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബ്രെഡ്ത്തിനെ ഞാൻ B എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് എന്താണെന്ന് പറഞ്ഞത്, ഈ ബാറിൻ്റെ സെൻറ്റർ മുതൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് വരെയുള്ള ഡെപ്തിനെ D എന്നും അതിൻ്റെ സെൻറ്റർ മുതൽ താഴത്തേക്കുള്ള ബാക്കി ഡെപ്തിനെ D ഡാഷ് എന്നുമാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ ഈ കാണിക്കുന്നതാണ് സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീം. സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീം എന്താണ് സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീം? സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴത്തെ ലെയറിൽ മാത്രമേ ബാർ ഉണ്ടാവുള്ളൂ. ഡബിളി റീഇൻഫോഴ്സ്ഡ് എന്ന് പറയുമ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ താഴത്തെ ലെയറിലും, അതായത് ഈ താഴത്തെ ലെയറിലും സ്റ്റീൽ കാണും, മുകളിലും സ്റ്റീൽ കാണും. ഇതാണ് ഡബ്ലി റീഇൻഫോഴ്സ്ഡ്. അത് നമ്മൾ അടുത്ത മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ വരച്ചു. ഓക്കെ, ഇനി ഈ വരച്ചേക്കുന്ന സ്ട്രെയിൻ ഡയഗ്രമാണ്, ഈ വരച്ചേക്കുന്നത് സ്ട്രെസ് ഡയഗ്രം. അപ്പോൾ സ്ട്രെയിൻ ഡയഗ്രം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ന്യൂട്രൽ ആക്സിസ് വരക്കാം. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കുലർ ബീമിൻ്റെ ന്യൂട്രൽ ആക്സിസ് സപ്പോസ് ഇവിടെയാണെന്ന് ഇരിക്കട്ടെ. ഇത് ഏകദേശം കറക്റ്റ് ഒരേപോലെ വരണേ. ഈ പോയിൻ്റൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ന്യൂട്രൽ ആക്സിസ് വരാൻ. അപ്പോൾ ഈ വരച്ചേക്കുന്നതാണ് ന്യൂട്രൽ ആക്സിസ്. ഏറ്റവും ടോപ്പ് മുതൽ ഈ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഈ ഒരു ഡെപ്തിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ചിലതിൽ എക്സ് എന്നും ചിലതിൽ XU എന്നും കൊടുക്കാറുണ്ട്. ന്യൂട്രൽ ആക്സിസ് ഡെപ്തിനെ എക്സ് അല്ലെങ്കിൽ XU എന്ന് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി ഈ വരച്ചേക്കുന്നതാണ് സ്ട്രെയിൻ ഡയഗ്രാം. സ്ട്രെയിൻ ഡയഗ്രാം അപ്പോൾ ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിൽ നമുക്കറിയാം കോൺക്രീറ്റ് ആയിരിക്കും സ്ട്രെസ് എടുക്കുന്നത്, ന്യൂട്രൽ ആക്സിസിന് താഴെ സ്റ്റീലായിരിക്കും എടുക്കുന്നത്. അല്ലെങ്കിൽ മുകളിൽ കംപ്രഷൻ ആണെങ്കിലും താഴെ ടെൻഷൻ ആണെന്നും പറയാം. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിലേക്കുള്ള പോർഷനിൽ കംപ്രസീവ് ഫോഴ്സും താഴത്തേക്കുള്ളതിൽ ടെൻസൈൽ ഫോഴ്സുമാണ് വരുന്നത്. കംപ്രസീവ് ഫോഴ്സ് എടുക്കുന്നത് കോൺക്രീറ്റ് ആണ്, ടെൻസൈൽ ഫോഴ്സ് എടുക്കുന്നത് ഈ കാണുന്ന സ്റ്റീലുമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ സ്ട്രെയിൻ ആണെങ്കിലും സ്ട്രെസ് ബ്ലോക്കിലാണെങ്കിലും താഴെ കാണിക്കുന്നത് സ്റ്റീൽ എടുക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനുമാണ്, മുകളിലെ ഫിഗറിൽ കാണിക്കുന്നത് കോൺക്രീറ്റ് എടുക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനുമാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ വരച്ചു. അപ്പോൾ സ്ട്രെയിൻ ഡയഗ്രാം സിമ്പിളാണ്, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് അല്ലേ, ലീനിയർലി വേരിയിങ് ആയിട്ടുള്ള ഷേപ്പിലാണ്. ഈ വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടി, അതേപോലെ ഈ വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടി, അത് കറക്റ്റായിട്ട് കോഡ് ബുക്കിൽ നിന്ന് നോക്കി എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ഈ വാല്യൂ എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെയിനാണ് അല്ലേ, റീഇൻഫോഴ്സ്മെൻറ്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെയിനാണ് താഴെ എഴുതുന്നത്. അത് നമ്മുടെ ഈ കാണുന്ന വാല്യൂ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദ മാക്സിമം സ്ട്രെയിൻ ഇൻ ദ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി Fy ഡിവൈഡഡ് ബൈ 1.15 ES പ്ലസ് 0.002. ആ വാല്യൂ ആണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആക്ട് ചെയ്യാവുന്ന മാക്സിമം സ്ട്രെയിൻ ഈ ആണെന്ന് കോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വാല്യൂവിൽ ഞാൻ കൊടുത്തേക്കുന്നത് ആ ഒരു ഇക്വേഷനാണ്. ഓക്കെ, ഇനി ഇത് എവിടെ നിന്ന് കിട്ടി? ക്യാപിറ്റൽ ECU is equal to 0.0035. അതെന്ത് ചെയ്യുക, ഇതാണ് കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് അതിനകത്ത് ഈ ഡയറക്ഷനിൽ സ്ട്രെസ്സും ഈ ഡയറക്ഷനിൽ സ്ട്രെയിനുമാണ്. അപ്പോൾ കോൺക്രീറ്റിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം സ്ട്രെയിനാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതെത്രയാണ്? 0.0035.
ആ വാല്യൂ ആണ് നമ്മൾ മുകളിൽ എടുത്തെഴുതിയിരിക്കുന്നത്. ഈ സി യു എന്ന് വെച്ചാൽ സ്ട്രെയിനാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഇസ് ഈക്വൽ ടു 0.0035. ഓക്കെ, ഇനി ഇത് ഇവിടെ ഒരു ലെയറിൽ ഞാൻ 0.002 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 0.002 അവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ വീണ്ടും ഇതാ മാക്സിമം സ്ട്രെയിൻ 0.0035ഉം അതിൻ്റെ ഒരു ഈൽഡിങ് സ്ട്രെയിൻ അടുത്തൊരു സ്ട്രെയിൻ എന്ന് വെച്ചാൽ 0.002 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മാക്സിമം, ഇതതിന് തൊട്ട് മുമ്പുള്ള വാല്യൂ, ഇതാണ് 0. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സ്ട്രെസ് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യാം. ഇതാണ് മാക്സ് 0, അതിൻ്റെ തൊട്ട് മുകളിലുള്ള സ്ട്രെയിൻ 0.002, ഏറ്റവും മുകളിലുള്ള മാക്സിമം സ്ട്രെയിൻ 0.0035. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിതിനെ എക്സിനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം ഈ ന്യൂട്രൽ ആക്സിസ് മുതൽ ടോപ്പ് വരെയുള്ള ലെങ്ത് ആണ് എക്സ് അല്ലേ. ഇനി ഈ ന്യൂട്രൽ ആക്സിസ് മുതൽ ഈ 0.002 വരെയുള്ള ഡെപ്തിനെ നമുക്ക് x1 എന്ന് മാർക്ക് ചെയ്യാം. അതിൻ്റെ മുകളിലേക്കുള്ള ഡെപ്തിനെ നമുക്ക് x2 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എക്സ് വിൽ ബി ഈക്വൽ ടു x1 പ്ലസ് x2 ആണ്, ശരിയല്ലേ. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ x2 പ്ലസ് x1 അല്ലെങ്കിൽ x1 പ്ലസ് x2 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഫിഗറിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് സ്ട്രെസ് ബ്ലോക്കാണ്. സ്ട്രെസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇതാണ്, ഇവിടെ വന്നു, ഇവിടം വരെ സ്ട്രെയിറ്റ് ആണ്, ഇതിങ്ങനെ കേർവ്ഡ് ആയിട്ട് ഇവിടെ വന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി പറയാം. സ്ട്രെയിറ്റ് ലൈൻ, ഇത് ഇവിടുത്തെ വാല്യൂ 0.045 FCK ആണ്. FCK എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ് FCK. ഇനി ഈ കർവ് ഇവിടം വരെ സ്ട്രെയിറ്റ്, അത് കഴിഞ്ഞ് ഈ പാരാബോളിക് ആയിട്ട് ഇങ്ങോട്ട് വരും. ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്. ഇവിടെ ഇങ്ങനെ താഴെ വന്നു, ഇവിടെയാണ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. ഈ സ്റ്റീലിൻ്റെ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നമുക്ക് ഇങ്ങോട്ട് C എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ വരച്ചേക്കുന്ന അതേ ഡിസ്റ്റൻസ് ആണ് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്തേക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ പോയിന്റ് 0.02 എന്ന് പറയുന്ന സ്ട്രെയിൻ ആക്ട് ചെയ്യുന്ന അതേ പോയിന്റിലാണ് ഈ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടം വരെയുള്ള ഡെപ്തിനെയാണ് നമ്മൾ 4/7 x എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. എവിടെ നീട്ടി ഈ 4/7? അതേപോലെ എവിടെ നിന്ന് കിട്ടി ഈ 3/7 x? അത് നിങ്ങൾക്കൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. വീണ്ടും ഞാൻ നമ്മുടെ പഴയ ഫിഗറിലേക്ക് പോവാം. ആ ഫിഗർ തന്നെയാണ് ഈ കാണിച്ചേക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ, കേർവ്ഡ് ഷേപ്പായിട്ട് ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്. ഇവിടുത്തെ വാല്യൂ ആണ് 0.45 FCK. ഈ ഒരു ഡിസ്റ്റൻസ് 0.42 XU എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 0.42 XU തന്നെയാണ് 3/7 XU. ഇത് നമ്മൾ 0.42 XUവിനെ 0.42 എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും 3/7 എന്നാണ് അതിൻ്റെ ഫ്രാക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലെങ്ത്തിനെ നമ്മൾ എക്സ് അല്ലെങ്കിൽ XU എന്നാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ ഒരു ലെങ്ത്തിനെ x1 എന്നും അതിൻ്റെ താഴത്തേക്കുള്ള ലെങ്ത്തിനെ x2 എന്നും മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് കിട്ടി x1 is equal to 0.42 XU. അത് തന്നെയാണെന്ത് 3/7 XU. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി എന്ത് ചെയ്യാം? x2 എങ്ങനെ കിട്ടും? x2 will be equal to ടോട്ടൽ XU ആണ് മൈനസ് x1ൻ്റെ വാല്യൂ 3/7 XU. ഇത് സോൾവ് ചെയ്യുമ്പോൾ 4/7 XU എന്ന് കിട്ടും. അതാണ് ഇവിടെ വരുന്നത് 4/7 XU. ഓക്കെ, ആ വാല്യൂ ആണ് ഇപ്പുറത്ത് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഞാനിത് ഇങ്ങനെ പറഞ്ഞത് ഇത് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങളിതൊന്നും കാണാപ്പാടം പഠിക്കണ്ട. അപ്പോൾ ഇവിടെ പറഞ്ഞ അതേ x2ൻ്റെ അതേ ലെങ്ത് ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ മറ്റേ ഫിഗറിൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതിനെ ഫ്രാക്ഷൻ ആക്കിയാൽ 3/7 എന്ന് കിട്ടും. അടുത്തത് ഈ ഒരു ലെങ്തിനെ 4/7 x അല്ലെങ്കിൽ XU എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പാരാമീറ്റർ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഇത് ടെൻഷനും ഇവിടെ ഇത് കംപ്രഷനുമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫിഗർ വരക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗർ വരക്കുന്നത് അങ്ങനെയാണ്. ഇനി നമുക്ക് നേരെ ഡെറിവേഷനിലേക്ക് പോകാം. അപ്പോൾ ഹെഡിങ് കൊടുക്കുക ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്, അതായത് XU കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. XU അല്ലെങ്കിൽ X. ഈ ഡെപ്താണ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ഇതിനെയാണ് നമ്മൾ X അല്ലെങ്കിൽ XU എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം കംപ്രസീവ് ഫോഴ്സ് C. അപ്പോൾ
ഈ ഒരു സ്ട്രെസ് ഡയഗ്രത്തിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം കംപ്രസീവ് ഫോഴ്സ് സി, അതിൻ്റെ ഇക്വേഷനാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ മാക്സിമം കംപ്രസീവ് ഫോഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫിഗറിലെ പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഈ ഏരിയ ഇൻറ്റു ഇതിൻ്റെ സ്ട്രെസ് എന്ന് വെച്ചാൽ എത്രയാണ്? 0.45 FCK. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ആക്ട് ചെയ്യുന്ന കംപ്രസീവ് ഫോഴ്സ് സി കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഫുൾ ട്രയാങ്കിളിനെ എടുത്തിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു പാരാബോളയുടെ ഏരിയ മൈനസ് ചെയ്യും. ശരിയല്ലേ? അതായത് ഡയറക്റ്റായിട്ട് ഞാൻ ഈ പോർഷൻ മാത്രമാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് പകരം ഞാൻ ഈ ഫുൾ റെക്റ്റാങ്കിൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ ചെറിയ പാരാബോളയുടെ പോർഷൻ്റെ ഏരിയ മൈനസ് ചെയ്യും. എന്നിട്ട് 0.45 FCK വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിവിടെ ആക്ട് ചെയ്ത കംപ്രസീവ് ഫോഴ്സ് കിട്ടും. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം കംപ്രസീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ മൈനസ് ഏരിയ ഓഫ് ദ ഔട്ടർ പാരാബോള. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. അതിൽ നിന്ന് ഈ ഔട്ടർ പാരാബോളയുടെ മൈനസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ അകത്തത്തെ പോർഷനിലെ വാല്യൂ കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡെപ്ത് XU ആണ്, ഇൻറ്റു ഈ ബീമിൻ്റെ ബ്രെഡ്ത്ത് B ആണ്. ഓക്കെ, സോറി, അങ്ങനെയല്ല. ഈ ഒരു പോർഷൻ്റെ ഏരിയ, എന്ന് പറയുമ്പോൾ 0.45 FCK ഇൻറ്റു ഇവിടുത്തെ വാല്യൂ XU. അപ്പോൾ 0.45 FCK ഇൻറ്റു എക്സ് അല്ലെങ്കിൽ XU ഇൻറ്റു B. ബീമിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണോ അതാണ് B. അതിനെ ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്കിലേ അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ ഒരു പോർഷനിൽ ആക്ട് ചെയ്യുന്ന ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതങ്ങ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇൻവേർട്ടഡ് പരാബോളയുടെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 1/3 ഇൻറ്റു B ഇൻറ്റു H ആണ്. 1/3 ഇൻറ്റു B ഇൻറ്റു H ആണ്. അപ്പോൾ 1/3 ഇൻറ്റു ഈ ഒരു പോർഷൻ്റെ B എന്ന് വെച്ചാൽ എത്രയാണ്? 0.45 FCK ഇൻറ്റു H 4/7 X. അപ്പോൾ 1/3 ഇൻറ്റു 0.45 FCK ഇൻറ്റു 4/7 സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഈ 0.57 ഇൻറ്റു എക്സ്. ഇനി ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതുപോലെ ഇപ്പുറത്തും B വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ഏതാണ് ഈ B? ആ ബീമിൻ്റെ ബ്രെഡ്ത്താണ് B. എങ്കിലേ ടോട്ടൽ സ്ട്രെസ് നമുക്ക് കിട്ടത്തുള്ളൂ. ആ ബീമിൻ്റെ ടോട്ടൽ വിഡ്ത്താണ് B. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇത് അതുപോലെ തന്നെ എടുത്ത് എഴുതി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൻ്റെ കോൺസ്റ്റൻസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു 1/3 ഉണ്ട്, ഇവിടെ 0.45 ഉണ്ട്, ഇവിടെ 0.57 ഉണ്ട്. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.086 എന്ന് കിട്ടും. FCK അതുപോലെ എഴുതി, X ഇൻറ്റു B അതുപോലെ തന്നെ എഴുതി. ഇനി എന്ത് ചെയ്യുക? 0.45 മൈനസ് 0.086 നമ്മൾ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് C ഈസ് ഈക്വൽ ടു 0.36 FCK X ഇൻറ്റു B എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് 0.36 FCK ഇൻറ്റു എക്സ് അല്ലെങ്കിൽ XU ഇൻറ്റു B. FCK എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്. XU എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ്. B എന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ബീമിൻ്റെ ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, ഇനി ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് എക്സാമിന് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വാല്യൂ നമുക്ക് കോഡ് ബുക്കിലുണ്ട്. ഇപ്പോൾ 0.36 FCK XU എന്ന് പറയുന്ന ആ വാല്യൂ നമുക്കിത് ഇവിടെ തന്നെ കോഡ് ബുക്കിൽ ആ ഒരു പാരാമീറ്റർ വരച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾ എഴുതുന്നത് അത് തന്നെയാണോ കിട്ടുന്നത് നോക്കിയാൽ മതി. ഇത് ഇൻറ്റു B മാത്രമേ ഉള്ളൂ ഇവിടെ അഡീഷണലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സിയുടെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സിൻ്റെ ഇക്വേഷനും ഇതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ടെൻഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ സിയുടെ ഇക്വേഷൻ കിട്ടി. ഇനി ഇവിടെ ആക്ട് ചെയ്യുന്ന ടെൻഷൻ Tൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ആണ് അല്ലേ? അപ്പോൾ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ആ ഒരു റിലേഷൻ എടുക്കാം. ഇനി അടുത്ത് മാക്സിമം സ്ട്രെസ് ഇൻ സ്റ്റീൽ ഇസ് ഈക്വൽ ടു 0.87 FY. ഇതെങ്ങനെയാണ് ഈ 0.87 FY കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്ട്രെസ് ഇൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഡിറൈവ്ഡ് റെസ്പെക്റ്റീവ് ഓഫ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അതൊക്കെ പോട്ടെ, ഞാൻ വായിക്കുന്നില്ല. നമ്മൾ എടുക്കേണ്ട ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.15 ആണ്. അത്രേ ഉള്ളൂ. ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ട് എടുക്കേണ്ട 1.15 ആണ്. അപ്പോൾ സ്റ്റീലിൻ്റെ സ്ട്രെസ് കണ്ടുപിടിക്കുമ്പോൾ അവിടെ എടുക്കേണ്ട ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.15 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്
അപ്പോൾ സ്റ്റീലിൻ്റെ സ്ട്രെസ്സിനെ നമ്മൾ FY എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. അവിടെ എടുക്കുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.15 ആണ്. അപ്പോൾ FY ഡിവൈഡ് ബൈ 1.15 ചെയ്താൽ നമുക്ക് 0.87 ഇൻറ്റു FY എന്ന് കിട്ടും. അതാണ് മാക്സിമം സ്ട്രെസ് ഇൻ സ്റ്റീൽ, 0.87 FY. ഓക്കെ, ഇനി അടുത്തത് മാക്സിമം ടെൻസൈൽ ഫോഴ്സ് ഇൻ സ്റ്റീൽ. അപ്പോൾ സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം ടെൻസൈൽ ഫോഴ്സ്. അപ്പോൾ നമ്മൾ പഠിച്ചേക്കുന്ന ബേസിക് ഇക്വേഷൻ എടുത്താൽ മതി. നമുക്കറിയാം സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ അല്ലേ. ഇവിടെ നമ്മൾ ലോഡ് എന്ന് പറഞ്ഞാൽ ടെൻസൈൽ ലോഡാണ് എടുക്കുന്നത്. അപ്പോൾ ലോഡ് ഇസ് ഈക്വൽ ടു ടെൻസൈൽ T ഡിവൈഡഡ് ബൈ ഏരിയ. സ്റ്റീൽ ആയതുകൊണ്ട് സ്റ്റീലിൻ്റെ ഏരിയ AST എന്ന് എടുക്കാം. അപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു T ബൈ AST എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്ക് വേണ്ട T ആണ്, ടെൻസൈൽ ഫോഴ്സ് ആണ് വേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ് അല്ല ഇപ്പോൾ കണ്ടുപിടിച്ച് 0.87 FY. ഇതാണ് സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ഇൻറ്റു സ്റ്റീലിൻ്റെ ഏരിയ AST. അങ്ങനെയാണ് ഈ 0.87 FY ഇൻറ്റു AST എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ആക്ട് ചെയ്യുന്ന Tയും കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഈ കൺസിഡറിങ് ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ്. അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച കംപ്രഷൻ വിൽ ബി ഈക്വൽ ടു ഇപ്പോൾ കണ്ടുപിടിച്ച ടെൻഷൻ, C ഈസ് ഈക്വൽ ടു T എന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ ഇതാണ് സിയുടെ ഇക്വേഷൻ. അതെടുത്ത് എഴുതുക, 0.36 FCK x ഇൻറ്റു B ഇസ് ഈക്വൽ ടു T. ടീൻ്റെ ഇക്വേഷൻ എന്താണ്, 0.87 FY ഇൻറ്റു AST. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എക്സ് മാത്രം ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇട്ടു. അപ്പോൾ എക്സിനെ ഞാൻ XU എന്നങ്ങ് എഴുതിയെന്നേ ഉള്ളേ. നിങ്ങൾ XU എന്ന് തന്നെ എഴുതി പഠിച്ചാൽ മതി, എക്സ് എന്നും പറഞ്ഞ് എഴുതണ്ട. അപ്പോൾ XU ഇസ് ഈക്വൽ ടു ഈ AST ഇവിടെ എഴുതി, 0.87 FY ഇവിടെ എഴുതി. ഇനി അടുത്തത് ബാക്കി ഈ ടേംസിനെയൊക്കെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇതിനെ ഒന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്യുവാണ്. ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ബീമിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് D വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ എന്തെന്ന് വരും, ലെഫ്റ്റ് സൈഡിൽ XU മാക്സ് ബൈ D എന്ന് വരും, റൈറ്റ് സൈഡിൽ ഡിനോമിനേറ്ററിൻ്റെ കൂടെ ഒരു D വരും. അപ്പോൾ XU മാക്സ് ബൈ D is equal to 0.87 FY ഇൻറ്റു AST ഡിവൈഡ് ബൈ 0.36 FCK ഇൻറ്റു B ഇൻറ്റു D. ഇതിൻ്റെ അകത്ത് ഓരോ ടേമും പറയാം. എങ്ങനെയാണ്, XU എന്ന് വെച്ചാൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്, D എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീമിൻ്റെ എഫക്റ്റീവ് ഡെപ്ത്, FY എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ സ്ട്രെസ്സ്, AST എന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ ഏരിയ, FCK എന്ന് വെച്ചാൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെസ്സ്, B എന്ന് വെച്ചാൽ Bയും Dയും ബീമിൻ്റെ ബ്രെഡ്ത്തും ഡെപ്തും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കോഡ് ബുക്കിൽ പേജ് നമ്പർ 96 കിടപ്പുണ്ട്. IS 456 എന്ന് പറയുന്ന കോഡിൽ പേജ് നമ്പർ 96 ഈ ഒരു ഇക്വേഷൻ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത്. ഇനി ഇത് കൂടാതെ ഇതിപ്പോൾ XU മാക്സ് ബൈ ഇക്വേഷൻ കിട്ടി, XU ബൈ ഡിയുടെ ഇക്വേഷൻ കിട്ടി. ഇനി അടുത്തത് മാക്സിമം, XU മാക്സിമം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, നേരത്തെ എഴുതിയ ആ സ്ട്രെസ് ഡയഗ്രം എടുത്തു. ഇതിൻ്റെ മുകളിലത്തെ വാല്യൂ 0.0035ഉം ഇൻ്റർമീഡിയറ്റ് വാല്യൂ 0.002 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ ടോപ്പ് മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്തിനെ നമ്മൾ XU എന്ന് മാർക്ക് ചെയ്തു. ഈ ഒരു ഡെപ്തിനെ X2 എന്നും ഈ ഒരു ഡെപ്തിനെ X1 എന്നും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സിമിലർ ട്രയാങ്കിൾ എടുക്കാം. സിമിലർ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ആദ്യം ചെറിയ ട്രയാങ്കിൾ എടുക്കാം. ചെറിയ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ വലിയ ട്രയാങ്കിളിൻ്റെ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഡെപ്ത് X1 ഡിവൈഡഡ് ബൈ വലിയ ട്രയാങ്കിളിൻ്റെ ഡെപ്ത് എത്രയാണ്, XU. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ കിട്ടും. എങ്ങനെ കിട്ടും, X1 ഇസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം, X1 ഇസ് ഈക്വൽ ടു 0.002 ഡിവൈഡഡ് ബൈ 0.0035 ഇൻറ്റു XU. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.57 XU എന്ന് കിട്ടും. അതേപോലെ നമുക്ക് XU കണ്ടുപിടിക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു 0.42 XU. അതിനെ നമുക്ക് വീണ്ടും 4/7 XU എന്നും 3/7 XU എന്നും എഴുതാൻ പറ്റും. അപ്പോൾ ഈ 0.42 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഈ 0.42 എന്നുള്ളത് എങ്ങനെ കിട്ടിയെന്നാണ് നമ്മളിപ്പോൾ ആ സ്ട്രെസ് ബ്ലോക്കിൽ നിന്ന് റിലേഷൻ എടുത്ത് പറഞ്ഞത്. ഇതേപോലെ തന്നെ നമുക്ക് സ്ട്രെസ് ബ്ലോക്ക് എഴുതി. ഓക്കെ, സ്ട്രെസ് ബ്ലോക്ക് എഴുതി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെയിൻ ഇൻ സ്റ്റീലാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന്, ഇത് XU, ഇത് ടോട്ടൽ ഡെപ്ത്, എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ d. ഓക്കെ, ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡെപ്ത് XU ഡിവൈഡഡ് ബൈ ഫുൾ ഡെപ്ത്
ഡി ഇസ് ഈക്വൽ ടു ഈ എക്സ് യു ഡെപ്തിലുള്ള സ്ട്രെയിൻ എത്രയാണ് ഇ സി യു ബൈ ഇനി ഇതാ ഈ ട്രയാങ്കിളാണ് എടുക്കുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക, ഈ ഒരു ട്രയാങ്കിളാണ് എടുക്കുന്നത്. അപ്പോൾ ഡി ഡെപ്തിലുള്ള സ്ട്രെയിൻ എന്ന് വെച്ചാൽ എത്രയാണ്, ഇവിടെ നിന്ന് ഇവിടം വരെ ഇ എസ് യു ആണ്. അപ്പോൾ ഇ എസ് യു പ്ലസ് ഇവിടെ നിന്ന് ഇവിടം വരെ അതെന്ത് തന്നെ ആയിരിക്കും, ഇത് തന്നെ ആയിരിക്കും, ഇ സി യു ആയിരിക്കും. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയാം. നമ്മൾ ചെയ്തേക്കുന്നത് ആദ്യം ഈ ഒരു ട്രയാങ്കിൾ എടുത്തു. ഈ ഒരു ട്രയാങ്കിളിൻ്റെ എക്സ് യു ഇ യു എടുത്തു. അതാണ് ന്യൂമറേറ്റർ, എക്സ് യുവും ഇ യുവും. ഓക്കെ, അടുത്തത് ഡിവൈഡഡ് ബൈ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. അതിൻ്റെ ഡെപ്ത് ഡി. ഇനി ഈ ടോട്ടലാണ് വേണ്ടത്. അതിൽ ഇവിടെ നിന്ന് ഇവിടം വരെ ഇ എസ് യു ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെ ഇ സി യു ആണ്. അപ്പോൾ ഇ എസ് യു പ്ലസ് ഇ സി യു. ഓക്കെ, ഇനി അടുത്തത് ഇ സി യു എവിടെ നിന്ന് കിട്ടും? ഇ സി യു എന്നുള്ളത് സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിൽ മോൾ വാല്യൂ, അതുപോലെ തന്നെ എഴുതി. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇ എസ് യു പ്ലസ് ഇ സി യു വേണം. അതെവിടെ നിന്ന് കിട്ടും? ഇതാണ് ഇ എസ് യു, ഇതാണ് ഇ സി യു. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ അതിൻ്റെ താഴത്തെ വാല്യൂയും കിട്ടും. അപ്പോൾ ഇ എസ് യു പ്ലസ് ഇ സി യു. ഇനി എന്ത് ചെയ്യുക, ഇത് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇടുക. അത് നമ്മൾ എക്സ് യു മാക്സ് ബൈ ഡി എന്നുള്ള രീതിയിൽ മോഡിഫൈ ചെയ്തിട്ട് എഴുതി. ഓക്കെ, ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുക. ഇതിൻ്റെ അകത്ത് യങ്സ് മോഡുലസിൻ്റെ വാല്യൂ നമുക്കറിയാം 2.1 × 10⁵. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ നമുക്കത് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, എന്താണ് ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് യു മാക്സ് ബൈ ഡി നമുക്ക് ഓരോ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഏതാണ് ഓരോ വാല്യൂ? എഫ് വൈ മാറുന്നതനുസരിച്ച് എക്സ് യു മാക്സ് ബൈ ഡിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ മൈൽഡ് സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫ് വൈയുടെ വാല്യൂ 250 ആണ്. ഇനി എച്ച് വൈ എസ് ടി ബാർ എഫ് ഇ 415 എന്ന് പറയുന്നൊരു ബാറുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ എഫ് വാല്യൂ 415 ആണ്. അതേപോലെ എഫ് ഇ 500 എന്ന് പറയുന്നൊരു ബാറുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ എഫ് വൈയുടെ വാല്യൂ 500 ആണ്. അപ്പോൾ ഈ 3 വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് യു മാക്സ് ബൈ ഡിയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇത് കിട്ടും. സ്റ്റീൽ എടുക്കുന്നത് അതാണ് എഫ് വൈ കറസ്പോണ്ടിങ് എക്സ് യു മാക്സ് ബൈ ഡി. അപ്പോൾ മൈൽഡ് സ്റ്റീലാണ് എടുക്കുന്നതെങ്കിൽ എഫ് വൈ 250 ആയിരിക്കും, എക്സ് യു മാക്സ് ബൈ ഡിയുടെ വാല്യൂ 0.53 ആയിരിക്കും. എഫ് ഇ 415 ഗ്രേഡ് സ്റ്റീൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ഡൗട്ട് അടിക്കുന്നുണ്ടാവും ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന്. നമുക്ക് ഈ ഒരു ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചറിൽ ഈ 3 ബാറുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മൈൽഡ് സ്റ്റീലാണെങ്കിൽ എഫ് വൈ 250 ആയിരിക്കും. ഇനി എഫ് ഇ 415 ഗ്രേഡ് സ്റ്റീൽ, ഇതിനെ നമ്മൾ എച്ച് വൈ എസ് ഡി ബാർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ ബാറാണെങ്കിൽ എക്സ് യു മാക്സ് ബൈ ഡിയുടെ വാല്യൂ 0.48ഉം എഫ് ഇ 500 ബാറാണെങ്കിൽ എക്സ് യു മാക്സ് ബൈ ഡിയുടെ വാല്യൂ 0.46ഉം ആയിരിക്കും. ഇനി ഈ വാല്യൂ നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട, ഇതും നമ്മുടെ കോഡ് ബുക്കിൻ്റെ അകത്തുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ നമ്മുടെ പേജ് നമ്പർ 70 നമ്മൾ ഇപ്പോൾ പറഞ്ഞ വാല്യൂസ് കിടപ്പുണ്ട്. എഫ് വൈന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് യു മാക്സ് ബൈ ഡിയുടെ വാല്യൂ കിടപ്പുണ്ട്. അതേപോലെ ബാറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം കിടപ്പുണ്ട്. അതേപോലെ അനക്സ് ജി എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 96 ഞാൻ നേരത്തെ പറഞ്ഞ ആ എക്സ് യു ബൈ ഡിയുടെ ഇക്വേഷനും കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചർ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ലെക്ചേഴ്സ് ഒന്നും നിങ്ങൾ കാണാപ്പാടം പഠിക്കരുത്. ഇപ്പം ഞാൻ പറയുന്ന കൺസെപ്റ്റും തിയറിയൊക്കെ ജസ്റ്റ് മനസ്സിലാക്കുക. കോഡ് ബുക്കിൽ എവിടെയാണ് കിടക്കുന്നത്, എങ്ങനെയാണ് എടുത്ത് എഴുതുന്നത് എന്നുള്ള ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ബാക്കി നമുക്ക് എളുപ്പമായിരിക്കും. ഇതിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ മാത്രം നിങ്ങൾ ചെയ്യാനും എന്നുവെച്ചാൽ സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ പഠിപ്പിച്ചാണെങ്കിലും ഈ ലെക്ചറിൽ പറഞ്ഞതാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. അല്ലാതെ ഇത് ഓർത്തിരിക്കുന്നില്ല എന്നുള്ള ടെൻഷൻ വേണ്ട. കാരണം നമ്മുടെ കയ്യിൽ കോഡ് ബുക്ക് ഉണ്ട്. അപ്പോൾ ഈ ലെക്ചേഴ്സൊക്കെ കേൾക്കുമ്പോൾ ബുക്ക് കയ്യിൽ വെച്ചിട്ട് വേണം ഇത് മുഴുവൻ കേൾക്കാൻ. എങ്കിലേ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും കോഡ് ബുക്കിൽ എവിടെയാണ് കിടക്കുന്നത്, ഏത് വാല്യൂ ആണെന്നൊക്കെ ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.